നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാത്രയിൽ പലരെയും നമ്മൾ പരിചയപ്പെടാറുണ്ട്. പല മുഖങ്ങളും നമ്മൾ കാണാറുണ്ട്. പ്രവാസികളായ നമുക്ക് ജീവിതത്തിൽ എന്നും വെളിച്ചം പകരുകയും ഒരു ദാർശനികനെ പോലെ നമ്മോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പ്രതിനിധി കൂടിയായ ഫാദർ സുനിൽരാജ് ഫിലിപ്പ്. സ്വാഗതം ഫാദർ. താങ്ക് യു. അച്ഛനെ എനിക്ക് പരിചയപ്പെട്ട നാൾ തൊട്ട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടതു മുതൽ ഒരുപാട് ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കെല്ലാം വളരെ പുഞ്ചിരിയോടുകൂടിയുള്ള ഉത്തരങ്ങളും തരുമ്പോൾ ഈ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ അങ്ങയുടെ കീഴിലുള്ള ആ ഒട്ടേറെ കുടുംബങ്ങളും ആ കുടുംബാംഗങ്ങൾക്കും എത്രമാത്രം ഒരു സന്തോഷമാണ് അങ്ങയുടെ മുഖത്തിലൂടെ അല്ലെങ്കിൽ അങ്ങയുടെ വാക്കിലൂടെ പകർന്നു നൽകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു വസ്ത്രം ധരിച്ചിട്ട് 25 വർഷം തികയുമ്പോൾ ചെറിയ സമയമല്ലത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതിനെക്കുറിച്ചുള്ള ഒരു യാത്രയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിലുടനീളം സംഭവബഹുലമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളെ പരിചയപ്പെടുത്തുക വളരെ ചെറിയ സമയം കൊണ്ട് എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ചെയറിൽ വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനുമായിട്ടിങ്ങനെ സൗഹൃദ സംഭാഷണത്തിലൂടെ ചോദിച്ചറിയാനുള്ള താല്പര്യം കൊണ്ടാണ് അച്ഛനെ ഞാൻ ഈ മുന്നിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു ജീവിതത്തിലേക്കുള്ള തുടക്കം? ഒരു ദൈവത്തിൻ്റെ ദൂതനായിട്ട്, അല്ലെങ്കിൽ ഒരു ദർശനം നൽകിക്കൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു സത്കർമ്മത്തിലേക്ക് ചുവട് വെച്ചത് ഏത് കാലത്താണ്? അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നത് എപ്പോഴാണ്? പുരോഹിതനായിട്ട് 25 വർഷം തികയുകയാണ്. തിരികെ നോക്കുമ്പോൾ എങ്ങനെ പുരോഹിതനായി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല ഞാൻ. ഒരു ജേർണലിസ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. എൻ്റെ പിതാവും ഒരു ജേർണലിസ്റ്റും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. ആ ഒരു താല്പര്യം തന്നെയാണ് എന്നിലും ഉണ്ടായിരുന്നത്. ജേർണലിസം ഡിപ്ലോമ ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനു മുൻപ് ജീവിതത്തിലൊരു സംഭവം ഉണ്ടായി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജായ CMS കോളേജിൻ്റെ 175-ാം വർഷത്തിൽ കോളേജ് യൂണിയൻ ചെയർമാനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നത്തെ ഞങ്ങളുടെ ബിഷപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട സമയമായിരുന്നു. ബിഷപ്പ് സാം മാത്യു. എപ്പോഴും നന്ദിയോടുകൂടെ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ എനിക്ക് വണങ്ങാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട് കോളേജ് യൂണിയൻ്റെ ഇനാഗുറേഷന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം പുതിയ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തെയാണ് ഞാൻ കോളേജ് യൂണിയൻ്റെ ഇനാഗുറേഷന് വേണ്ടി ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ച് ഒരു ഫലകം കൈമാറുകയും ചെയ്തത്. അന്ന് അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ആ കോളേജിലെ പഠനത്തിന് ശേഷം ഞാൻ ജേർണലിസം ഡിപ്ലോമയ്ക്ക് ചേർന്നു. എന്നാൽ അതിനു മുൻപ് എന്നെ ഡയറക്റ്റായി മഹായിടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ബിഷപ്പ് നിയമിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അനേകം പള്ളികളിൽ പോവുകയും യുവജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലൊരു സംഘർഷം ഉരുത്തിരിഞ്ഞു. അത് മികച്ച 2 കാര്യങ്ങൾ തമ്മിലുള്ള സംഘർഷമായിരുന്നു. പക്ഷേ കൂടുതൽ മികച്ചത് പൗരോഹിത്യ വൃത്തിയാണ് എന്ന് ജേർണലിസം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് തോന്നി. ആ പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപേ അഭിമന്യ ബിഷപ്പ് എന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് സ്വീകരിക്കുകയും ഐവറകാല മനക്കര എന്ന അടൂരടുത്തുള്ള പള്ളിയിലേക്ക് പ്രൊബേഷൻ വർക്കിനായി നിയമിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ, അത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യത്തെ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജുകളിലൊന്നാണ്, അവിടെ പഠിക്കുവാനും അഭിമന്യ സാം മാത്യു തിരുമേനി അവസരം നൽകി. അങ്ങനെയാണ് തുടക്കം. പഠനത്തിന് ശേഷം 2000-ാം ആണ്ടിൽ ജൂൺ മാസത്തിൽ എൻ്റെ ഓർഡിനേഷൻ നടക്കുകയും ചെയ്തു. ഈ ഒരു ജേർണലിസ്റ്റ് കുടുംബം, പിതാവ് മലയാള മനോരമയുടെ ഭാഗമായിരുന്നു. പൗരോഹിത്യത്തിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. സംഘർഷഭരിതമായൊരു തീരുമാനമെടുക്കാൻ സംഘർഷഭരിതമായൊരു സാഹചര്യമായിരിക്കാം. ആ സമയത്ത് ഉണ്ടായൊരു ചലഞ്ച്, പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ഒരു വ്യക്തി എന്ന രീതിയിൽ അച്ഛൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. പ്രായം അതാണ് അല്ലേ? അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത്? ആ ഒരു ചോദ്യം എനിക്ക് നല്ല ഒരു അവസരമായി ഞാൻ കരുതുകയാണ്. കാരണം
എൻ്റെ മാതാവിനെ, എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ എൻ്റെ മാതാവിനെ ഓർക്കാനുള്ളൊരു നല്ല സമയവും കൂടിയാണത്. ഈ സംഘർഷത്തിൻ്റെ ഒടുവിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഒരു സ്കൂൾ അധ്യാപികയായിരുന്ന എൻ്റെ മാതാവിനോടാണ്, വി എം മേരി മാതാവിനോടാണ് ഞാനത് തുറന്നു പറഞ്ഞത്. മാതാവ് പൂർണ്ണമായി താല്പര്യപ്പെടുകയും എന്നെ പിന്തുണയ്ക്കുകയും ഒരു വാക്ക് ബൈബിളിൽ നിന്ന് തന്നെ ഉദ്ധരിച്ച് എന്നോട് പറയുകയും ചെയ്തു. ആ ഒരു വാക്കാണ് ഇന്ന് വരെ എന്നെ വഴി നടത്തുന്നത്. കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കരുത്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള വലിയൊരു സന്ദേശമാണ് അച്ഛൻ്റെ വാക്കുകൾ, അച്ഛൻ്റെ ആ മാതാവ് തന്ന ഒരു വാക്കുകൾ എന്ന് പറയാം. CMS LP സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു. ഈ ഒരു 25 വർഷത്തെ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. CMS പ്രസ് പോലുള്ള, അതായത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പ്രസ്സുകളൊന്നായ അവിടെയൊക്കെ പ്രവർത്തിച്ചൊരു പരിചയം എത്രമാത്രം ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുണ്ട് അല്ലെങ്കിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്? ഓരോ മേഖലയിലുമുള്ള പ്രവർത്തനം കൂടുതൽ ദൈവം നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിന് കരുത്ത് പകർന്ന് വഴി നടത്തുന്ന അവസരങ്ങളായിട്ടാണ് തോന്നിയത്. തുടക്കം ഒട്ടും എളുപ്പമായിരുന്നില്ല എനിക്ക്. കാരണം ബാംഗ്ലൂരിലെ പഠനത്തിന് ശേഷം വെറും 5 ഭവനങ്ങൾ മാത്രമുള്ള കേരളത്തിൻ്റെ ഏതാണ്ട് അതിർത്തി പ്രദേശമായ ചിറ്റാറുള്ള ഒരു പള്ളിയിലാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. അവിടെ മലയോര മിഷൻ, അതായത് അവിടെ ഒട്ടേറെ തൊഴിലാളികൾ റബ്ബർ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന, ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളും പ്രത്യേകിച്ച് ലാഹ മുതലായ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളായ വളരെ പാവപ്പെട്ട ആളുകളുമുണ്ട്. അവിടെയാണ് പ്രവർത്തനം തുടങ്ങാനുള്ള അവസരമുണ്ടായത്. പ്രവർത്തനം തുടങ്ങിയത് ലാഹയിലെ ആദിവാസികളുടെ ഇടയിലാണ്. ഞങ്ങളുടെ സഭയ്ക്ക് ജില്ലകൾ തിരിച്ചിട്ടുണ്ട്. അവിടെ കുമ്പളാംപൊയ്ക എന്നൊരു ജില്ലയാണ്, സഭയുടെ ഒരു ജില്ലയാണ്. ആ കുമ്പളാംപൊയ്ക ജില്ലയിലെ എല്ലാ പള്ളികളിൽ നിന്നും 1000 കിലോ അരി ശേഖരിച്ച് ഈ ആദിവാസികൾക്ക് നൽകിയാണ്, മഴക്കാലത്ത് അവർ പട്ടിണിയാണ്, അവർക്ക് നൽകിയാണ് എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ വളരെയധികം കള്ളവാറ്റുമൊക്കെയുള്ള ചിറ്റാർ പ്രദേശത്ത് ഒരു ക്രിസ്മസ് കാരൽ സർവീസ് ഓപ്പൺ എയറിൽ നടത്തി. അവിടെ ആ ക്വയറിൽ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികൾ മാത്രമായിരുന്നില്ല. യു മേ നോട്ട് ബിലീവ്, അവിടെ ആ ക്വയറിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൂടി ഉണ്ടായിരുന്നു. അവരെ ട്രെയിൻ ചെയ്തു പാടി. മൺചെരാതുകൾ എല്ലാവർക്കുമായി കൊടുത്തു. എന്നിട്ട് സാധാരണഗതിയിൽ ക്രിസ്മസ് കാരലിന് മെഴുകുതിരികളാണ് കത്തിച്ച് പാട്ട്, സൈലന്റ് നൈറ്റ് എന്ന പാട്ട് പാടുന്നത്. ഈ മൺചെരാതുകൾ കത്തിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലൊരു പ്രതിജ്ഞ എടുക്കണം. കള്ളവാറ്റിന് എതിരെ, ഈ മദ്യത്തിൻ്റെ വിപത്തിനെതിരെ നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞയുടെ സൂചകമായി ഈ മൺചെരാതുകൾ നിങ്ങളുടെ ദൈവവിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭവനത്തിലെ ദൈവത്തിൻ്റെ ചിത്രം എന്തുമായിക്കൊള്ളട്ടെ, ആ ചിത്രത്തിന് മുൻപിൽ വയ്ക്കണമെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷവും അത് ഇപ്പോഴും വയ്ക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ 1 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം നീരാട്ടുകാവ് എന്ന റാന്നിക്കടുത്തുള്ള പള്ളിയിലേക്ക് മാറി. അവിടെ ഒരു പുതിയ അനുഭവമായിരുന്നു. കാരണം ആ പള്ളി ഇടവകയാകുക എന്ന് പറയും. അച്ഛന്മാർ പ്രവർത്തിക്കുന്ന പള്ളി ഇടവകയായിരിക്കണം. ഇടവകയായിട്ട് ആദ്യമായി ഒരു അച്ഛനെ അവർക്ക് ലഭിക്കുന്നത് എന്നിലൂടെയാണ്. അവിടെ 3 പള്ളികളാണ് ഉണ്ടായിരുന്നത്. ഒരു പള്ളിയുടെ മുഴുവൻ നിർമ്മാണവും, പ്രധാന പള്ളിയുടെ മദ്ബഹയും വെസ്ട്രിയും, മൂന്നാമതൊരു പള്ളിയുടെ പുനർനിർമ്മാണവും നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന പ്രവർത്തനമായിരുന്നത്. വളരെ അനുഗ്രഹകരമായ, സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അത്. ആ പ്രവർത്തനത്തിൻ്റെ 3-ാം വർഷം മഹാ ഇടവകയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ചെറിയ തോതിൽ എൻ്റെ ആശയങ്ങളൊക്കെ അവിടെ പങ്കുവയ്ക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ 3-ാം വർഷം എന്നെ ഹൈദരാബാദിലേക്ക് നിയമിക്കുകയുണ്ടായി. ഹൈദരാബാദ് ഒരു പുതിയ അനുഭവമായിരുന്നു. അവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെയും വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പള്ളിയില്ലായിരുന്നു ഞങ്ങൾക്കവിടെ. ഒരു പള്ളി കെട്ടിടത്തിനായുള്ള ശ്രമം ആരംഭിച്ചു. പിന്നെ ആദ്യമായി ആ സഭയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചത് ഹൈദരാബാദ്, സെക്കന്ദരാബാദ് എന്ന ട്വിൻ സിറ്റീസിലാണ് ഈ പള്ളി. 2 നഗരങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ആളുകളുടെ വീട്ടിൽ അതിരാവിലെ ബർത്ത്ഡേ ഉള്ള വീടുകളിൽ
വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന വീടുകളിൽ പോയി പ്രാർത്ഥിക്കാൻ ഉം. ഞാനിപ്പോഴും ഓർക്കുന്നു. ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡറാണ് ഉണ്ടായിരുന്നത്. ചില ദിവസം രാവിലെ 160 കിലോമീറ്റർ വരെ ഇതിനുവേണ്ടി ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ തമ്മിലുള്ള ഒരു സമ്പർക്കം നിലനിർത്താനും ഒരു അതിനെ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയായി ഈ വീക്ക് ഡേയ്സിൽ പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് തോന്നിയതുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിനെ തുടർന്ന് എൻ്റെ അഭ്യർത്ഥന മാനിച്ച് അന്നത്തെ ബിഷപ്പ് എനിക്ക് മാസ്റ്റേഴ്സ് പഠിക്കാനുള്ള അവസരമൊരുക്കി. നേരത്തെ ജേർണലിസം ഡിപ്ലോമ കേരള പ്രസ് അക്കാദമി, കാക്കനാടുള്ള കേരള പ്രസ് അക്കാദമിയിൽ നിന്ന് ചെയ്ത എനിക്ക് അതേ മേഖലയിൽ തന്നെ തിയോളജിയുമായി ചേർന്നുള്ള പഠനത്തിനായിരുന്നു താല്പര്യം. അപ്പോൾ ഞങ്ങളുടെ തിയോളജിക്കൽ സ്റ്റഡീസിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിന് സാധ്യതയുണ്ട്. എൻ്റെ സെമിനാരിയായ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലേക്ക് തിരികെ പോയി മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തു. അതിനുശേഷം ഒരു വർഷം നാട്ടിലേക്ക് തിരികെ വന്ന് പുല്ലാട് എന്ന സ്ഥലം, അത് കോഴഞ്ചേരി പുല്ലാടിനടുത്തുള്ള കുന്നന്താനം എന്നുള്ളൊരു പള്ളിയിൽ താൽക്കാലികമായി ആ പള്ളിയുടെ ചുമതല ഉള്ള ഒരാളായി വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ ചെന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, കുറേ വർഷങ്ങളായി ഈ പുരോഹിതന് താമസിക്കാനുള്ള വീട്, പാഴ്സനേജ്, അത് പണിയാനുള്ള ആഗ്രഹത്തിലാണ് അവർ. അതിനെ എനിക്ക് കുറച്ചൊന്ന് അതിന് ഫ്യൂവൽ ആഡ് ചെയ്താൽ മതിയായിരുന്നു അവരുടെ ആഗ്രഹത്തെ. ഒരു 13 മാസങ്ങൾക്ക് ശേഷം, അവിടുത്തെ പ്രവർത്തനത്തിന് ശേഷം, ബിഷപ്പ് എന്നെ കോയമ്പത്തൂർ പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫറിന് തൊട്ട് മുൻപായി ഏതാണ്ട് 98% പണികളും പാഴ്സനേറ്റ് തീർക്കാൻ സാധിച്ചു. അപ്പോൾ അതൊരു അനുഗ്രഹമായി തോന്നി. ഇവിടെയുള്ള ആളുകൾ കോയമ്പത്തൂർ വരെ ട്രെയിനിൽ വന്നാണ് എന്നെ കൊണ്ടുപോയി അവിടെ ആക്കിയത്. അത് കോയമ്പത്തൂർ പള്ളിയിലെ അംഗങ്ങൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. കോയമ്പത്തൂരിൽ ഞാനൊരു 13 മാസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കോയമ്പത്തൂർ കുറച്ച് ഏറെ ഞാൻ ഹൈദരാബാദിൽ ചെയ്തിരുന്നത് പോലെ തന്നെ പ്രഭാതത്തിൽ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി പ്രയറിന് വേണ്ടി വീട്ടിൽ പോകുന്നതും ഒക്കെ തുടരുകയുണ്ടായി. അവിടെയും VBSൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ 13 മാസങ്ങൾക്ക് ശേഷം ഒരു അവസരം തുറന്നു വന്നു. അന്ന് പിന്നീട് CSI സഭയുടെ മോഡറേറ്ററായി തീർന്ന തോമസ് കെ ഉമ്മൻ തിരുമേനി, ഞങ്ങൾ തിരുമേനി എന്ന് ബിഷപ്പിനെ വിളിക്കും, തോമസ് കെ ഉമ്മൻ തിരുമേനിയാണ് അന്ന് ബിഷപ്പായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയിൽ നിന്ന് ഒരു നിർദ്ദേശം വന്നു. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയിലെ 30 പ്രൊട്ടസ്റ്റന്റ് ഓർത്തഡോക്സ് സഭകളുടെ ഒരു കോൺഗ്ലാമറേഷനാണ്, ഒരു എക്യൂമെനിക്കൽ മൂവ്മെൻ്റ് ആണ്. നാഗ്പൂറാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 30 സഭകൾ, പിന്നെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പോലെയുള്ള 30-ലേറെ ക്രിസ്ത്യൻ, നാഷണൽ ലെവലിലുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ, ഇതെല്ലാം ചേർന്ന ഒരു ബോഡിയാണ്. അതിൽ ദളിത് ആൻഡ് ആദിവാസി കൺസേൺസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായും കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡീഷണൽ ചാർജിലും എന്നെ അപ്പോയിൻ്റ് ചെയ്തു. നാഗ്പൂരിലെ പ്രവർത്തനം, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ പ്രവർത്തനം വളരെ സന്തോഷകരമായിരുന്നു. പ്രത്യേകിച്ച് ഞാനവിടെ പ്രവർത്തിക്കുന്ന സമയത്താണ് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്ത്യ 100 വർഷം തികയുന്നത്. ഈ 100 വർഷം തികയുന്ന വലിയ പ്രോഗ്രാമുകളിൽ നേതൃത്വം വഹിക്കാനുമെല്ലാം ദൈവം എടുത്ത് ഉപയോഗിച്ചു. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന അനേക ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളെയൊക്കെ ചിത്രകലയിലൂടെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നാഷണൽ ലെവലിലുള്ള സഭകളിൽ നിന്നുള്ള, ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള ചിത്രകാരന്മാരെ ഒരുമിച്ച് കൂട്ടിയ ഒരു ആർട്ട് ക്യാമ്പ് ഞാൻ ആദ്യമായി സംഘടിപ്പിക്കുന്നു. ഒരു ചെറിയ പുസ്തകം അതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. എനിക്കൊന്നൊരു പക്ഷേ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പുസ്തകമായിട്ട് അങ്ങ് തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കുന്നത്, ഈ ജേർണലിസ്റ്റ് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകൻ എന്നൊക്കെ അങ്ങേ അച്ഛനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അത്രമേൽ സങ്കീർണമായ പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ആംഗ്ലിക്കൽ ചർച്ച് എന്നാണല്ലോ നമ്മൾ സാധാരണ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന, എന്താണ് അതിൻ്റെ ഒരു ഉത്ഭവം? അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ പുതിയത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ അതിൻ്റെ ഒരു ചരിത്രം വളരെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു വരവും ഇന്നത്തെ കാലത്ത് എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യത്തിൽ 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ആക്ടിവിസ്റ്റ് ആകാൻ സാധിച്ചു എന്നുള്ളത്. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ദളിത് ക്രിസ്ത്യാനികളുടെ സംവരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ ക്യാമ്പയിനൊക്കെയുള്ള ഉത്തരവാദിത്വം എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായി അനേക നാളുകൾ ജന്തർ മന്ദറിൽ
ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ആരും ശ്രദ്ധിക്കാനില്ലാതിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആലോചനയുടെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ജന്തർ മന്ദറിൻ്റെ പുറത്തേക്ക് പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ലാത്തി ചാർജ് ചെയ്യപ്പെടുമെന്ന് തന്നെ അറിയാമായിരുന്നുകൊണ്ട് ഒരു പ്രകടനം ഞങ്ങൾ നയിച്ചത്. വളരെ ക്രൂരമായൊരു ലാത്തി ചാർജാണ് ഞങ്ങൾക്കന്ന് നേരിടേണ്ടി വന്നത്. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ആദിവാസികൾക്ക് അരി കൊടുക്കുക എന്നുള്ളൊരു ചാരിറ്റി പ്രവർത്തനം അത് ആവശ്യമാണെങ്കിൽ പോലും ഈ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതയുണ്ടാകുന്നത് അതിനോട് ചേർന്ന് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്താനും ശബ്ദിക്കുവാൻ ആൾക്കാരെ പ്രേരിപ്പിക്കാനും ഒക്കെ സാധിക്കുമ്പോഴാണ്. എൻ്റെ പുൽപ്പറ്റ് പലപ്പോഴും ആ രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് CSI സഭയിലെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് വഹിക്കാൻ ഇടയാകുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് വഹിച്ച് അവിടെ CSI സഭയുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റും സഭയുടെ വെബ്സൈറ്റും ഒരു മൊബൈൽ ആപ്പും എല്ലാം പബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ ഈ 2 ഇടങ്ങളിൽ പ്രവർത്തിച്ചപ്പോൾ ഇൻ്റർനാഷണൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ, ഡെലിഗേറ്റ് ആകുവാൻ, CSI സഭയെ റെപ്രസെൻ്റ് ചെയ്യാൻ, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ജീവിതത്തെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് 7 വർഷം കൂടുമ്പോൾ നടത്തുന്ന അസംബ്ലി ബുസാനിൽ വെച്ചാണ് എൻ്റെ ഈ പ്രവർത്തന സമയത്ത് നടന്നത്. അത് സൗത്ത് കൊറിയയിലാണെന്ന് അറിയാമല്ലോ. ആ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ലെയ്പ്സിഗിൽ വെച്ച് നടന്ന വേൾഡ് കൗൺസിൽ ഓഫ് റിഫോംഡ് ചർച്ചസിൻ്റെ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇൻ്റർനാഷണൽ അസംബ്ലീസിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഓർഗനൈസേഷൻസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതും ഈ 2 ഇടങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം ഇപ്പോഴത്തെ ഞങ്ങളുടെ മഹായിടവയുടെ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചറിയാൻ തിരുമേനി എന്നെ തിരികെ എൻ്റെ ഡയോസിസിലേക്ക് വിളിച്ചു. ഈ ഡയോസിസ് ആണ് ആംഗ്ലിക്കൻ ഡയോസിസ് എന്ന് താങ്കൾ സൂചിപ്പിക്കുന്ന ഡയോസിസ്. ആംഗ്ലിക്കൻ ട്രഡീഷൻ, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ട്രഡീഷൻ, ബാസൽ മിഷൻ സൊസൈറ്റിയുടെ ട്രഡീഷൻ, മെത്തഡിസ്റ്റ് സഭ ഇവയെല്ലാം ചേർന്നതാണ് CSI സഭ. എന്നാൽ മധ്യകേരള മഹായിടവക ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ ഒരു മഹായിടവയായതുകൊണ്ട് ഇത് ആംഗ്ലിക്കൻ ട്രഡീഷനാണ് പ്രധാനമായും ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഈ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു, ബെഞ്ചമിൻ ബെയ്ലിയുടെ വലിയൊരു വിഷൻ്റെ ഫലമായിരുന്നു CMS പ്രസ്. CMS പ്രസ് 200 വർഷം തികയുന്ന സമയത്താണ് അതിൻ്റെ മാനേജറായി ഞാൻ ചാർജ് എടുക്കുന്നത്. കോവിഡിന് ശേഷം ബാക്കി എല്ലായിടത്തും ഉള്ളതുപോലുള്ള പ്രതിസന്ധി, പ്രത്യേകിച്ച് പ്രിൻറ്റിംഗ് മേഖലയിൽ അത് നേരിടുകയുണ്ടായി. ആ സമയത്താണ്. അതോടൊപ്പം തന്നെ മഹായിടവയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു മൊബൈൽ ആപ്പും അതോടൊപ്പം ഒരു വെബ്സൈറ്റും ഉണ്ടാക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജും എനിക്കുണ്ടായിരുന്നു. ഇത് 2 വർഷം കൊണ്ട് സാധിച്ചു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിന് ശേഷമാണ് ഷാർജ CSI പാരിഷിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വായനയെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗാഡ്ജറ്റുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരച്ഛൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അച്ഛൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ചെറിയ സമയമേ ഞാൻ അച്ഛനുമായിട്ട് പേഴ്സണൽ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് കണ്ണു തുറപ്പിക്കലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ കുടുംബാംഗങ്ങളും ഒക്കെ അല്പസമയം കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കണം. പ്രത്യേകിച്ചും കുട്ടികളോടും പുതിയ തലമുറയോടും ഞാൻ പറയുന്നത്. കാരണം ഗാഡ്ജറ്റുകൾ ഒരുപാട് ഉപയോഗിക്കുകയും അത് നല്ല രീതിയിൽ, വേണ്ട രീതിയിൽ, പ്രത്യേകിച്ചും പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നവമാധ്യമങ്ങളിലൂടെയൊക്കെ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, പുതിയ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പുരോഹിതൻ കൂടിയാണ് ഇദ്ദേഹം, എൻ്റെ മുന്നിലിരിക്കുന്ന ഇദ്ദേഹം എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ. ഒപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വലിയൊരു ദൗത്യം അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്, ഒരു സാമൂഹികപരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിരുന്നു. അന്ന് ഒരു കരൾ സംഘത്തോടൊപ്പം ചേർന്ന് ആ ഒരു പ്രാർത്ഥന നടത്തിയത് അന്ന് വാറ്റിനെതിരെയുള്ള 2025 എത്തി നിൽക്കുമ്പോൾ അങ്ങ് ഏറ്റെടുക്കേണ്ട മറ്റൊരു ദൗത്യത്തെക്കുറിച്ച് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. പുതിയ തലമുറ പെട്ടുപോകുന്ന മദ്യവും മയക്കുമരുന്നും പോലുള്ള ഒരു വലിയ വിപത്തിലേക്ക് ലോകത്തെ മുഴുവൻ പോയി ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരുപക്ഷെ അപൂർവമായി അച്ഛനെപ്പോലുള്ള ആളുകൾക്ക് ഇടപെടാൻ കഴിയുക. ആ ഉള്ളിലിരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പിതാവിനെ ഞാൻ കാണുകയാണ് അങ്ങയുടെ മുഖത്ത്, അങ്ങയുടെ വാക്കുകളിൽ, അങ്ങയുടെ ശബ്ദത്തിൽ. എന്നെ അത് ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഇടയാക്കിയിരിക്കുന്ന ഒരു നിമിത്തമായിട്ട് തന്നെ കരുതുന്നു. ഈ പള്ളിയിൽ പുൽപ്പറ്റിൽ നിന്ന് ഞാനത് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിൽ നിന്ന് കുട്ടികൾ ഇന്ത്യയിലും മറ്റിടങ്ങളിലുമൊക്കെ പഠിക്കുന്നുണ്ട്. അത്തരം സൂചനകൾ ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം,
അതിൽ നിർബന്ധബുദ്ധിയായി എൻ്റെ യങ്സ്റ്റേഴ്സിനോട്, എൻ്റെ കുഞ്ഞുങ്ങളോട് പറയേണ്ടതില്ല എന്ന് അവരെ ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് അടുത്ത് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് നല്ല ധാരണയുണ്ട്. എന്നാൽ പൊതുവായി അതല്ല ചിത്രം. പൊതുവായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞതുപോലെ വീണ്ടും അതെന്നെ ഓർമ്മിപ്പിക്കാനും ആ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തേജനം നൽകുവാനും ദൈവം താങ്കളെ എടുത്ത് ഉപയോഗിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഞാനതിൽ പ്രവർത്തിക്കും. എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരല്പം ബാക്കിയുണ്ട് എന്ന് കരുതുന്നു. സഭയെക്കുറിച്ചാണ് അതെ, അതെ. ചോദിച്ചത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ലോകത്തിലെ തന്നെ ആദ്യത്തെ യുണൈറ്റഡ് ചർച്ചസിലൊന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനം ദാറ്റ് ദേ ഓൾ മേ ബി വൺ എന്നായിരുന്നു. അവരെല്ലാവരും ഒന്നാകണം. ദേശത്തിൻ്റെ, ഭാഷയുടെ, വർണ്ണത്തിൻ്റെ എല്ലാം അതിരുകൾ ഭേദിച്ച് എല്ലാവരും ഒന്നാകുന്ന നീതിയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു ലോകത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു ആഹ്വാനം ചെയ്തത്. യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പോലെയാണ് ഇത് വരുന്നത്. ആ ദാറ്റ് ദേ ഓൾ മേ ബി വൺ എന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന തന്നെയാണ് CSI സഭയുടെ മോട്ടോ. അതുകൊണ്ട് ലോകത്തിൽ തന്നെ അനേക ഐക്യസഭകൾക്ക്, വ്യത്യസ്ത ധാരകളിലുള്ള സഭകൾ ഒരുമിച്ച് വന്ന് ഏകസഭയാകാനുള്ള പ്രേരണ നൽകുകയുണ്ടായി. ആ പ്രേരണയ്ക്ക് ഉള്ള ഒരു ഫലമാണ് CSI സഭ. അതിനെ തുടർന്ന് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഉണ്ടായി. മാർത്തോമാ സഭയുമായി ചേർന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും ഒരു കമ്മ്യൂണിയനായി പ്രവർത്തിക്കുന്നു. CSI സഭ യുണൈറ്റഡ് സഭയാണെന്ന് ഞാൻ പറഞ്ഞു. യുണൈറ്റഡ് സഭ മാത്രമല്ല, ഇറ്റ് ഈസ് എ യുണൈറ്റിംഗ് ചർച്ച്. അതായത് യൂണിറ്റി വീണ്ടും തുടരേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സഭ കൂടിയാണ്. അതിൽ തന്നെ ആംഗ്ലിക്കൻ ട്രഡീഷനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ കോളേജ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് മാഗസിൻ, ആദ്യത്തെ പെൺപള്ളിക്കൂടം, ഒരുപക്ഷെ ആദ്യകാലത്തെ ആശുപത്രികൾ, ഇവയെല്ലാം ഉണ്ടാക്കിയ ഒരു സഭയാണ്. ആ ദൗത്യം സഭ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കാനാണ് ദൈവം വിളിച്ചത് എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഐക്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ നിൽക്കുന്നത് UAE എന്ന് പറയുന്ന രാജ്യത്താണ്. മാർപ്പാപ്പയുടെ വരവോടുകൂടി പശ്ചിമേഷ്യ, പ്രത്യേകിച്ചും UAE എന്ന് പറയുന്ന രാജ്യവും ക്രൈസ്തവ സഭയുമായിട്ടുള്ളൊരു ബന്ധം കൂടുതൽ അടുത്തിട്ടുണ്ട്, കൂടുതൽ അടുപ്പമേറിയ രീതിയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ നാട്ടിൽ സന്തോഷത്തിന് വേണ്ടി, ഹാപ്പിനെസ്സിന് വേണ്ടി ഒരു മിനിസ്റ്ററുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. ഇവിടുത്തെ ഭരണകൂടം എല്ലാ മതവിഭാഗങ്ങൾക്കും എന്ത് വേണമെങ്കിലും, അതായത് എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും. അബ്രാഹമിക് ഹൗസിൻ്റെ കാര്യം അറിയാം, അച്ഛന് ആ ഒരു കാര്യം അറിയാം. അപ്പോൾ ഈ യുണൈറ്റഡ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെയൊക്കെ ചരിത്രം ആ ഒരു യുണീക്കായിട്ട് മാറുന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് ഇത് പുതിയ കാലത്ത്, വർത്തമാന കാലത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ഈ രാജ്യത്തുള്ള ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ്, 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത്ഭുതകരമായ ഒരു സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യമാണ് ഞങ്ങളിവിടെ അനുഭവിക്കുന്നത്. താങ്കൾ ഈ ചോദ്യം ചോദിച്ചതിന് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്. കാരണം ഈ രാജ്യത്തെ ഭരണാധികാരികളോട് ഞങ്ങൾക്ക് തരുന്ന ഈ സ്വാതന്ത്ര്യം, ഞങ്ങളോടുള്ള കരുതൽ, അതിനൊക്കെ CSI പാരിഷ് ഷാർജയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ, ഈ ഒരു അവസരം വിനിയോഗിക്കാൻ എനിക്ക് തന്ന ഈ ചോദ്യത്തിന് പ്രത്യേകം നന്ദി. വളരെയധികം സ്വാതന്ത്ര്യവും വലിയ പിന്തുണയുമാണ് ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ മറുപടി പറയുന്നത് ധൈര്യത്തോടുകൂടെ പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഈ കഴിഞ്ഞ അടുത്ത കാലങ്ങളെക്കാൾ ഏറെ സ്വാതന്ത്ര്യവും കരുതലും ക്രിസ്തീയ സഭ അനുഭവിക്കുന്നത് UAE-യിലാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. കേരളത്തിലേക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പരിസരമൊക്കെ, അങ്ങൊരു ആക്ടിവിസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ അത്തരം നിലപാടെടുക്കുന്ന ഒരാളാണ്, എനിക്കറിയാം. അതിൻ്റെ ധൈര്യവും ഒക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കാലവും കടന്നു പോകും എന്നാണ് കുറേ വിഭാഗം ആളുകൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രമേൽ ഒരു തരത്തിലുള്ള അനിശ്ചിതാവസ്ഥയിൽ നിലനിൽക്കുന്ന ആളുകളുണ്ട്. ലോകമെങ്ങും അത് സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പ്രത്യേകിച്ചും ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പള്ളി, അതിനുള്ള സൗകര്യങ്ങളൊക്കെ അബുദാബിയിൽ ഒരുക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. മതസ്വാതന്ത്ര്യം ഇഷ്ടം പോലെയുള്ള ഒരു രാജ്യത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഈ ആത്മീയതയും മതവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അങ്ങേക്ക് എങ്ങനെയാണ് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ക്രിസ്തീയ സഭയുടെ കാഴ്ചപ്പാടിലാണ് കാണുന്നതെങ്കിൽ മതമുണ്ടാക്കിയിരിക്കുന്ന ചട്ടക്കൂടുകൾ, സിസ്റ്റംസ്, അതൊക്കെ ക്രിസ്തീയ സ്നേഹത്തെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയാമെങ്കിലും പലപ്പോഴും
മതത്തിൻ്റെ സിസ്റ്റംസ്, ചട്ടക്കൂടുകൾ, ഹയറാർക്കി അതിൽ പരാജയപ്പെടാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. തീർച്ചയായും നിരന്തരമായ ഒരു സെൽഫ് ക്രിറ്റിസിസം, പൗരോഹിത്യം ഈ മതം മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയതയ്ക്ക് അനുസരിച്ചാണോ നീങ്ങുന്നത് എന്നുള്ളതിൽ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തീയ സഭ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, ന്യായത്തിന് വേണ്ടി നിലകൊള്ളുന്ന, അസമത്വങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന, കാരുണ്യവും സ്നേഹവും പ്രസംഗിക്കുന്ന ഒരു സഭയാണ്. അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് മതഘടനയുടെ പരാജയമാണ്. എന്നാൽ നിരന്തരമായ പുതുക്കത്തിൻ്റെ സാധ്യത ഇതിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഞാൻ പഠിച്ച സെമിനാരിയിൽ നിന്നാണ് ദളിത് തിയോളജി ഉണ്ടായത്. ഞാൻ പഠിച്ച സെമിനാരിയിലൂടെയാണ്, അതാണ് ഇന്ത്യയിലെ കവാടം, ലിബറേഷൻ തിയോളജി എത്തി നോക്കിയത്. അങ്ങനെ സഭയ്ക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഈ ക്രിസ്തീയ മതത്തിനുള്ളിൽ തന്നെ പുതുക്കത്തിൻ്റെ സാധ്യതകളുണ്ട്. നിരന്തരമായി ആ സാധ്യതകളെ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. നിരന്തരമായി അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ക്രിസ്തീയമായ സാക്ഷ്യത്തോട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട്, ദൈവികമായ സ്വഭാവവിശേഷങ്ങളോട് നമുക്ക് കൂടുതൽ അടുത്ത് നിൽക്കാൻ സാധിക്കുക. അത് ഉറക്കെ പറയേണ്ടത് ആവശ്യമാണ്. ഉറക്കെ പറയുമ്പോൾ അതിൻ്റെ പരിണിതഫലങ്ങൾ ഉണ്ടാവും. പരിണിതഫലങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഈ ബൈബിളിൽ പ്രവാചക ശബ്ദം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകന്മാർ പ്രവാചക ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദമായ പ്രവാചക ശബ്ദം ഉയർത്തിയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നവരാണ്. അത് ഇപ്പോഴും തുടരേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മതത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രസക്തി, ക്രിസ്തീയ നീതിയുടെ പ്രസക്തി ഒക്കെ എല്ലാ കാലത്തും നിലനിൽക്കും. ആ പ്രസക്തി മറന്നുപോകുന്ന ഒരു കാലമാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നത്. നമ്മൾ ഭരണകൂടത്തിന് കീഴ്പ്പെട്ടു പോകുന്ന പുരോഹിതരെ അടക്കം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് എത്രമാത്രം വേദന ഉളവാക്കുന്നുണ്ടാകും സാധാരണക്കാരായ മനുഷ്യർക്ക്. അങ്ങ് പറഞ്ഞതുപോലെ ക്രൈസ്തവ സഭയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ടാകും അത്തരം നിലപാടുകൾ. അതായത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് വോട്ട് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ അത്തരം ഒരു സാഹചര്യം കൂടി, കാരണം വർത്തമാനകാലത്ത് ഇതൊന്നും പറയാതെ പോകരുത്, എനിക്ക് അങ്ങേപ്പോലുള്ള ഒരാളെ എൻ്റെ മുന്നിൽ കിട്ടിയിട്ട് ഇതൊന്നും ചോദിക്കാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കൂടി വരുന്നത്. എങ്ങനെയാണ് അങ്ങേക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ക്രിസ്തീയ സഭയിലുള്ളവർക്ക് ഒരു നല്ല പങ്ക് ആളുകൾക്ക് ഈ കാര്യത്തിൽ വേദനയുണ്ട്. എന്നാൽ ഞാൻ പറയും, ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ പറയും, എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇതിൽ വേദനയും ഈ അനീതിയോടുള്ള ഒരു പ്രതിഷേധവും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ രീതിയിൽ സംഭവിക്കുന്നില്ല. കാരണം ഹേറ്റ്രഡ്, വെറുപ്പ്, പല കാര്യങ്ങളുടെയും, പല നേട്ടങ്ങളുടെയും, വോട്ട് ബാങ്കിൻ്റെയും ഒക്കെ ഒരു ഉപകരണമായി, അതെല്ലാം നേടുന്നതിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹേറ്റ്രഡ് ടു ദ അതർ, ചില വിഭാഗം ആളുകളെ ദ അതർ എന്നാക്കി, അവർ മുഴുവൻ ആളുകളും മോശമെന്നാക്കി, അവരിൽ നിന്ന് നമുക്ക് സ്വയം സംരക്ഷണം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഒക്കെ ഉണ്ടാകുന്ന ഒരു പുതിയ സോഷ്യൽ സിസ്റ്റമുണ്ട്. അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമ്മളുടെ രാജ്യത്തെ കാണുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ക്രിസ്തീയ സഭയിലെ ചില ആളുകളെങ്കിലും അതിൽ ഭാഗഭാക്കുകളാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. വെറുപ്പിന് എതിരാണ് ക്രിസ്തീയ സഭ. നിന്റെ സഹോദരനെ വിഡ്ഢി എന്ന് വിളിച്ചാൽ നീ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ് എന്നുള്ള അവസ്ഥയിലാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, യേശുക്രിസ്തു പറയുന്നത്. കാരണം സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കാൻ പോലും പാടില്ല. സഹോദരനെ രണ്ടാം കിടക്കാരനായി കാണാൻ പാടില്ല. ദ അതർ എന്നുള്ള രീതിയിൽ കാണാൻ പാടില്ല. കാരണം രണ്ട് നിയമങ്ങളിലേക്കാണ് യേശുക്രിസ്തു നിയമങ്ങളെ മുഴുവൻ ചുരുക്കിയത്. ഒന്ന്, നിന്റെ ദൈവത്തെ പൂർണ്ണമായ ഹൃദയത്തോടെ മനസ്സർപ്പിച്ച് വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് അതിനോട് സമം, ഇറ്റ് ഈസ് ഈക്വൽ, അല്പം പോലും താഴെയല്ല, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഇത് പറയുമ്പോൾ ഒരു ഉട്ടോപ്യൻ ചിന്താഗതിയായി ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളും ഉണ്ട് എന്നുള്ളിടത്താണ് സങ്കടം. എല്ലാവരും വെറുപ്പിൻ്റെ ആയുധങ്ങളെ താഴെ വയ്ക്കണം എന്നുള്ളതാണ്. ഒരു വലിയ സന്ദേശമാണ് ഒരു പക്ഷേ കേൾക്കുന്ന
ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് അച്ഛൻ പറയുന്നത്? കാരണം വെറുപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റിവെക്കേണ്ട ഒന്നാണ്. കുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്നു, പുതിയ തലമുറ. കാരണം നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ ബ്ലോക്ക് ലിസ്റ്റിലല്ല ആളുകളുടെ എണ്ണം കൂടേണ്ടത് മ്യൂച്വൽ ഫണ്ട്സായിട്ട് മാറുന്ന രീതിയിലേക്ക് മാറണം എന്നുള്ളൊരു അങ്ങനെ ഒരു അഭ്യർത്ഥന കൂടി വരികയാണ്. അച്ഛനും ഈ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്നറിയാം. ഷാർജയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ നമ്മളിരിക്കുന്ന ഈ പ്രതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രവർത്തനവും ഇവിടുത്തെ ഒരു കമ്മിറ്റിയുടെ ഇടപെടലുകളും അങ്ങേക്ക് എത്രമാത്രം ഗുണകരമായിട്ടുണ്ട്? പ്രത്യേകിച്ചും ഈ ഒരു പൗരോഹിത്യ പ്രവൃത്തിയിൽ പുതിയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായി, അവരുടെ ഒരു പ്രവർത്തനം മാത്രമല്ല കുറെ കൂടി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നൊരു കമ്മിറ്റിയാണെന്നാണ് എനിക്ക് പുറമേ നിന്ന്, ഞാൻ വളരെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങേക്ക് അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്, ആ ഒരു ഇപ്പോഴത്തെ ഒരു സംവിധാനങ്ങളെക്കുറിച്ച്? ഈ സഭയെക്കുറിച്ച്, അതായത് എൻ്റെ സഭ CSI പാരിഷ് ഷാർജ, ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെയുള്ള സഭകൾക്ക് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഏറ്റവും മികവുള്ളവർ വന്നു ചേരുന്ന ഒരിടമാണ്. കാരണം UAE പോലുള്ള ഒരു സ്ഥലത്ത് വന്ന് ഒരു ജോലി ലഭിച്ച് കുടുംബമായൊക്കെ ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില മികവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അത്തരം മികച്ച ആളുകൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള, ഞങ്ങൾക്ക് 6 മഹായിടകളുണ്ട്, അവിടെ നിന്നെല്ലാമുള്ള ആളുകൾ ഉള്ള ഒരു സഭയാണ്. അവരെല്ലാവരും തന്നെ അതിലൊരു നല്ല പങ്ക് ആളുകളും മാനേജീരിയൽ ലെവലിലാണ്. അതുകൊണ്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ, സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ സമീപിക്കാൻ അവർക്ക് വലിയൊരു താലന്തുണ്ട്. ആ താലന്തുകളെ ഭംഗിയായി അവർ വിനിയോഗിക്കുകയാണ്. അത് ഭംഗിയായി വിനിയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ആളുകളുടെ കണ്ണുനീരൊപ്പാനുള്ള ശ്രമവും അവർ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അത് നിലവിലുള്ള ചർച്ച് കമ്മിറ്റി ഒരു ബാറ്റൺ അടുത്തിടയ്ക്ക് ഏറ്റെടുത്തതെന്ന് ഉള്ളൂ. എന്നാൽ തുടക്കത്തിൽ തന്നെ അവർ അതിനെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്തത്. ചർച്ച് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുണ്ട്. ഞങ്ങൾക്ക് സൺഡേ സ്കൂളുണ്ട്, വിമൻസ് ഫെലോഷിപ്പ് ഉണ്ട്, അൽമായ ഫെലോഷിപ്പ് ഉണ്ട്, ഖൊയറുണ്ട്, യൂത്ത് ഫെലോഷിപ്പ് ഉണ്ട്. ഈ സംഘടനകളെല്ലാം തന്നെ ഇത്തരമൊരു കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അതിലെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. നിലവിലുള്ള ചർച്ച് കമ്മിറ്റി എടുത്താലും അധ്യാപകരും മാനേജീരിയൽ ലെവലിൽ ജനറൽ മാനേജർ ആ ലെവലിലൊക്കെ പ്രവർത്തിക്കുന്നവരും യങ്സ്റ്റേഴ്സും സ്ത്രീകളും അങ്ങനെയൊക്കെയുള്ളവരെല്ലാവരും ചേർന്നൊരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം നൽകുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം. കാരണം ഇവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. രണ്ടാമത്, അവർ ചർച്ച് ഈസ് എ റിച്ച് പൂൾ ഓഫ് ടാലൻസ്. ഒരു 35 പേർ 40 പേർ ചിത്രം വരയിൽ എനിക്കൊരല്പം താല്പര്യം. ഞാനത് ചോദിക്കാൻ പോവാണ്. കാരണം ഒരു നടത്തിയൊരു വർക്ക്ഷോപ്പും അതുപോലെ തന്നെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ഇടപെടലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും ഇനിയുള്ള ബാക്കിയുള്ള സമയത്ത് കൂടി. അത്രയും പേർ ചിത്രം വരയ്ക്കുന്ന ഒരു പള്ളി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഭംഗിയായി ഡാൻസ് ചെയ്യുന്ന കുറഞ്ഞതൊരു 40 പേരുണ്ട്. പാട്ട്, പിന്നെ CSIക്കാർ പാട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴും മുൻപിലാണ്. ഞങ്ങളുടെ കൊയറിൽ 88 പേരാണുള്ളത്. സീനിയർ കൊയറിൽ, ജൂനിയർ കൊയറിൽ അതുപോലെ അംഗങ്ങളുണ്ട്. അവരെ ട്രെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവരികയാണ്. നന്നായി എഴുതുന്നവർ, ഡിസൈനേഴ്സ്, പാട്ടുകാർ, അഭിനയിക്കുന്നവർ. കഴിഞ്ഞ ആനുവൽ ഗെറ്റ് ടുഗദറിന് ഞങ്ങളൊരു ഫുൾ ലെങ്ത് നാടകമാണ് അവതരിപ്പിച്ചത്. വളരെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് അവതരിപ്പിക്കുന്നത് പോലെ അഭിനയിക്കുന്നവർ, എല്ലാ വിധത്തിലുള്ള താലന്തുകളുമുള്ള ഒരു റിച്ച് പൂൾ ഓഫ് ടാലൻസ് ആണ്. എൻ്റെ ഉത്തരവാദിത്വം ഇടവവികാരി എന്നുള്ള നിലയ്ക്ക് അവർക്കുള്ള ഇതിനെ പ്രദർശിപ്പിക്കാനുള്ള സ്പേസ് ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഓർഗനൈസേഷൻസിൻ്റെയും അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ചർച്ച് കമ്മിറ്റിയുടെയും സഹായത്തോടുകൂടി. UAE എത്ര ചർച്ചുകളുണ്ട് ഇതുമായി? ഇപ്പോൾ UAE പല എമിറേറ്റുകളും നോക്കിക്കഴിഞ്ഞാൽ UAE ഞങ്ങൾക്ക് 4 CSI സഭകളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഈ ഷാർജയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണല്ലോ പ്രത്യേകിച്ചും പറഞ്ഞത്. അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ കുറെ കൂടി ശ്രദ്ധ ചെലുത്തണം എന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. കാരണം ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൂടി ചേർത്ത് വെക്കുന്ന ഒരു രീതിയിലേക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടോ? ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കുറെ കൂടെ ശ്രദ്ധ എന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യം വരുന്നില്ല. കാരണം അതുപോലെ മികവാർന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾക്ക്
അടുത്തൊരു ലെവലിലേക്ക് ഞങ്ങൾക്കതിനെ ഉയർത്താൻ സാധിക്കുമായിരിക്കാം. എന്നാൽ ഇപ്പോഴുള്ളത് വളരെ മികച്ച നിലയിൽ തന്നെയാണ്. അത് വളരെ ഗൗരവമായി കാണുന്ന സഭയും സഭയിലെ ഓർഗനൈസേഷൻസുമാണ് ഞങ്ങൾക്കുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബത്തെക്കുറിച്ച് കൂടി അറിയണം താല്പര്യമുണ്ട്. എങ്ങനെയാണ് അച്ഛൻ്റെ കുടുംബവും ആ കുടുംബ പരിസരവും പശ്ചാത്തലവും ഒക്കെ ഷാർജയിലെ വീട്ടിൽ താമസിക്കുന്ന ഒരു സമയത്ത്, അതോടൊപ്പം തന്നെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാനെ കുറിച്ചൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ തോന്നുന്നു ഈ ഒരു സമയത്ത്? കുടുംബമാണ് എൻ്റെ സ്ട്രെങ്ത്. ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ റെഗുലറായിട്ടുള്ള ഹൗസ് വിസിറ്റ് അതുപോലെയുള്ള കാര്യങ്ങളിൽ അവരെ റെഗുലറായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാനും എൻ്റെ ഭാര്യ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ഭാര്യയുടെ പേര് നിവി സൂസൻ ജോർജ് എന്നാണ്. ഒരു ഹിന്ദി വിദ്വാനാണ്. പക്ഷേ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ആയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ CSI സിനഡിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ ബുക്ക് ഷോപ്പിൻ്റെ മാനേജറായിട്ട് നിവി പ്രവർത്തിച്ചു. മക്കൾ രണ്ടുപേരും ഈ 25 വർഷത്തിനിടയിൽ അവരുടെ പ്രായത്തിനിടയിൽ വളരെ കുറച്ചാണ് കേരളത്തിൽ ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. 5 സ്റ്റേറ്റിലാണ് ഇവർ പഠിച്ചത് ഇതിനോടൊപ്പം ഇത്രയും സമയത്തിനുള്ളിൽ. മൂത്തയാൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ MA ഇംഗ്ലീഷ് ചെയ്യുന്നു. അദ്ദേഹം എഴുതാനൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. മ്യൂസിക് താല്പര്യമുണ്ട്, ഗിറ്റാർ വായിക്കും. മിലിൻഡ് സൂരജ് ഫിലിപ്പ് എന്നാണ് പേര്. ഇളയാൾ കോട്ടയം CMS കോളേജിൽ BCom സെക്കൻഡ് ഇയർ ആണ്. എൻ്റെ ഫാദർ ഒരു നടനായിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബിരുദമെടുത്ത ആദ്യത്തെ മലയാളിയാണ്. അത് ഇളയാൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. അദ്ദേഹം അഭിനയത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അടുത്തിടയ്ക്ക് CMS കോളേജ് ചെയ്തൊരു മെയിൻ ഡ്രാമയിൽ ഒരു നല്ല റോൾ ചെയ്തു. മിഥിൽ നീരജ് ഫിലിപ്പ് എന്നാണ് പേര്. സൂരജ് എന്നും നീരജ് എന്നും ഞങ്ങൾ വിളിക്കും. ഒരുപക്ഷെ ഒരു പുരോഹിതൻ എന്നതിനപ്പുറത്ത് കുടുംബപരമായിട്ട് തന്നെ സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും ഒരുപാട് പ്രവൃത്തികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അഭിരുചിയുള്ള ഒരു കുടുംബമാണ് അത്. ഒരുപക്ഷെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു കുടുംബമായിട്ട് തന്നെയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. നമുക്കിനിയിപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ്, കാരണം 25 വർഷത്തെ ഒരു ജീവിതമാണ് നമ്മളിങ്ങനെ പറഞ്ഞ് അത് ഒരുപക്ഷെ അരമണിക്കൂർ കൊണ്ടൊന്നും തീരില്ല. ചെറിയ സമയത്തെങ്കിലും അങ്ങേ പഴയ കാലത്തേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സന്തോഷം. ഒരുപക്ഷെ ഇതൊരു ദൈവഭാഗ്യമായിട്ടാണ് ഞാൻ അച്ഛനോട് സംസാരിക്കുന്നത്, അച്ഛനെ പരിചയപ്പെടാൻ പറ്റിയത് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അതിന് അവസരമൊരുക്കിയതിൽ വലിയ സന്തോഷമുണ്ട്. അതിന് എന്നെ തിരഞ്ഞെടുത്തതിലും വലിയ നന്ദിയുണ്ട്. പക്ഷേ നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പുതിയ സമൂഹത്തിനോട് അങ്ങേപ്പോലുള്ള ആളുകളുടെ വാക്കുകൾ, കാരണം ഞാൻ പറയട്ടെ, വ്യക്തിപരമായിട്ട് അങ്ങേയൊരു പുരോഹിതനായിട്ട് മാത്രം നിൽക്കേണ്ട ആളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വർത്തമാനകാലത്ത് ചാട്ടുളി പോലുള്ള കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന സമയമാണ്. അത് വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും വരകൊണ്ടും എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് എന്നെപ്പോലുള്ള എളിയവന് കഴിയുള്ളൂ. പക്ഷേ പുതിയ സമൂഹത്തോട്, പുതിയ തലമുറയോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറു സംഭാഷണം അവസാനിപ്പിക്കാൻ തോന്നും. പുതിയ തലമുറയോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് നമുക്ക് ഈ പഴയ തലമുറയെ ഓവർ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു നിർത്തണം എന്നുള്ളതാണ് എൻ്റെ വിചാരം. പുതിയ തലമുറ നമ്മൾ കാണുന്നത് മുഴുവൻ കുഴപ്പങ്ങളാണ്. അവരെ നമ്മൾ സ്ക്രീനേജേഴ്സ് എന്ന് വിളിക്കുന്നു, അവർ അഡിക്റ്റഡ് ആണെന്ന് പറയുന്നു. ശരിയായിരിക്കാം, ചേഞ്ചസ് ഉണ്ട്. ദാറ്റ് ചേഞ്ച് വാസ് ദെയർ ഇൻ എവറി പോയിന്റ് ഇൻ ടൈം. അത് എപ്പോഴും ഉണ്ടായിരുന്നു അത്തരം ചേഞ്ച്. ഈ പ്രിന്റഡ് ബുക്കിലേക്ക് വന്നപ്പോൾ, ഈ പുസ്തകം ആദ്യം ഒരുപക്ഷെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തപ്പോൾ, ഇന്ന് മൊബൈൽ ഫോണിനെതിരെ പറയുന്നത് പോലെ പറയാനുള്ള ആളുകൾ അന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് യുവജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധ്യതകളെ പോസിറ്റീവായി ഉപയോഗിക്കുക എന്ന് മാത്രമാണ്. ഇതൊന്നും ഉപയോഗിക്കരുത്, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു എന്ന് പറയുന്ന ഈ ഓവർ റൊമാൻറ്റിസൈസേഷനിൽ ഞാനില്ല. നിങ്ങൾക്ക് സാധ്യതകളുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാളേറെ സാധ്യതകളുണ്ട്. നിങ്ങളതിൻ്റെ ബെസ്റ്റ് എടുക്കുക, മോശമായുള്ളതിനെ എറിഞ്ഞു കളയുക എന്നുള്ളതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. നല്ല ബെസ്റ്റായ കാര്യങ്ങൾ ഗാഡ്ജറ്റ്സിൽ നിന്ന് എടുക്കുക. മൊബൈൽ ഫോണിൽ റീൽസ് മാത്രം കാണാം, മൊബൈൽ ഫോണിൽ PDF വായിക്കാം. മോശം പുസ്തകങ്ങൾ വായിക്കാം, നല്ല പുസ്തകങ്ങൾ വായിക്കാം. നല്ല റീൽസ് കാണാം, മോശം റീൽസ് കാണാം. ചോയ്സ് ഈസ് യുവേഴ്സ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പുതിയ തലമുറ, നിങ്ങൾക്ക് സാധ്യതകൾ വളരെ അനന്തമാണ്. ദേവമാതാ കോളേജിൽ മാഗസിൻ എഡിറ്ററായിരുന്നു ഞാൻ 1989. DTP എന്ന പുതിയൊരു സങ്കേതം വന്നിട്ടുണ്ട് എന്ന് കേട്ടു തുടങ്ങിയ കാലം. അന്ന് എല്ലാ പേജുകളും ലേഔട്ട് ചെയ്യാൻ വേണ്ടി മുഴുവൻ സമയം പ്രസ്സിൽ പോയി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുത്ത ബ്ലോക്ക്
അവർ പേജ് സെറ്റ് ചെയ്യുന്ന 4 പേജ് 8 പേജൊക്കെ വൈകുന്നേരം ആകും ചെയ്തു തീർത്ത് തരാൻ പഴയ ലെറ്റർ പ്രസ്സിൽ. ആ കാലഘട്ടത്തിൽ നിന്ന് എല്ലാവർക്കും നമുക്ക് നമ്മളുടെ ടേബിളിലിരുന്ന് ചെയ്ത് അവിടെ നിന്ന് തന്നെ പ്രസ്സിലേക്ക് അയച്ച് പ്രസ്സിലേക്ക് പോകുക പോലും ചെയ്യാതെ തിരിച്ചു വരുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നു. ടെക്നോളജി ആ രീതിയിലാണ് വളർന്നത്, സാധ്യതകൾ ആ രീതിയിൽ വളർന്നു. പഴയ വായനശാലകളിൽ പോയി ബുക്ക് എടുക്കാൻ പോകേണ്ട കാര്യമില്ല, നമ്മളുടെ വിരൽത്തുമ്പിലുണ്ട്. എല്ലാ സാധ്യതകളും പുതിയ തലമുറയുടെ മുൻപിലുണ്ട്. ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്, യെസ്. അത്രേ പറയാനുള്ളൂ. എന്തായാലും പ്രിയപ്പെട്ടവരെ, അതായത് സാധ്യതകളെ അവസരങ്ങളാക്കി മാറ്റണം എന്നുള്ള ഒരു വലിയ സന്ദേശത്തോടെയാണ് നമ്മുടെ ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇത് പറയുന്നത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അച്ഛൻ്റെ ഒരു സവിശേഷത അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്, പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ. അങ്ങയും അതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞത് മുഴുവൻ അങ്ങയുടെ പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ ഉദാഹരണമാണ്. അതായിരിക്കാം ഒരുപക്ഷെ 25 വർഷത്തെ ഈ ജീവിതയാത്ര എന്നുകൂടി അടയാളപ്പെടുത്തിയാണ് ഈ ഒരു ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം അങ്ങയുടെ ഇനിയുള്ള ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്ന, കൂടുതൽ ആളുകളെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന, കൂടുതൽ ആളുകളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാലം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ഞാനുമായിട്ട് സംഭാഷണത്തിന് തയ്യാറായതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റിയുടെ ഒരു വലിയൊരു സമ്മാനമായിട്ടാണ് ഇതിനെ അങ്ങ് സ്വീകരിക്കേണ്ടത്. കാരണം പുതിയ തലമുറയ്ക്ക് അങ്ങയെ ഒന്ന് പരിചയപ്പെടുത്തുക, അങ്ങയുടെ ഒരു ജീവിതയാത്രയെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശമായിരുന്നു. ആ ഉദ്ദേശം ഏറെക്കുറെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുകയാണ്. നിങ്ങൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് അനൂപ് കീച്ചേരിയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്ദി. പ്രത്യേകിച്ച് എൻ്റെ സഭയിലെ ചർച്ച് കമ്മിറ്റി ക്രമീകരണം ചെയ്തതിനും അതിന് പിന്തുണയായി ഞങ്ങളുടെ സഭയിലെ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നതിനും പ്രത്യേകം നന്ദി. വീണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ എൻ്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് പ്രവർത്തനത്തിന് സജ്ജമാക്കുന്നത്. ഹൃദയം നിറഞ്ഞ നന്ദി.